ഇന്ന് പോക്കറ്റിലുണ്ട്. അല്ല എന്റെ വേണ തണുക്കുന്നുണ്ടപ്പാ. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ ചാനൽ. ഇന്ന് നമ്മള് ഗേൾസ് ആൾ ട്രെയിനില് തിരിച്ച് അമ്പാലയിലോട്ട് പോവാണ്. ഇപ്പൊ പോവാറ്റാ? ഇതിനു മുമ്പേ നമ്മ കുറച്ചും കൂടി സ്ഥലങ്ങൾക്ക് ഇറങ്ങുക. രാവിലെ ആ റെഡ് കളറൊക്കെ കാണുന്നത് എന്താണോ? അതെ, ക്ലീൻ ചെയ്യുന്ന വണ്ടി. അതെ, തൂക്കുന്ന റോഡ് കണ്ടോ? അതൊക്കെ ആ വണ്ടി എടുത്തിട്ട് പോയി. അവിടെ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ. കൊള്ളാം. ഇപ്പൊ സമയം 8:15. ജോലിക്കൊക്കെ കൊണ്ടുപോകും. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളപ്പോൾ ഷിംല യാത്ര തുടരുകയാണ്. ഇന്നലെ നമ്മൾ മാൾ റോഡിൻ്റെ രാത്രി കാഴ്ചകളും ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഒക്കെയാണ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ രാവിലെ തന്നെ മാൾ റോഡിലേക്ക് പോവുകയാണ്, ഇന്നലെ കാണാത്ത കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സമയം ഏകദേശം 8:30 ആവാറായി. രാവിലത്തെ ഷിംലേൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല, വണ്ടി വെച്ച് റോഡ് തൂത്ത് ക്ലീനൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഷിംല ഒരു ക്ലീൻ സിറ്റിയാണ്. ഇപ്പോൾ രാത്രിയും രാവിലെയൊക്കെ വരെ എപ്പോഴും അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് മാൾ റോഡിന് ഇന്നലെ കാണാത്ത പകലത്തെ പുതിയ കാഴ്ചകളിലേക്ക് പോവാം. വരും. കഴിഞ്ഞ ദിവസം രാത്രി കണ്ട ഷിംലയുടെ മാപ്പാണ്. ഇപ്പോൾ രാത്രി നമുക്കത്ര ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇപ്പം നന്നായിട്ട് നമുക്ക് മനസ്സിലാവേണ്ട എന്തൊക്കെയാണ് എവിടേക്കാണുള്ളത്. അപ്പോൾ കോമ്പസിൻ്റെ സൈഡിലായിട്ട് ഇവിടെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെയൊക്കെ ഡയറക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ യാത്ര പ്ലാൻ ചെയ്യാം. ഇതാണ് ആ മാപ്പ്. ഷിംലയുടെ ഹിൽ സ്റ്റേഷൻ്റെ മുഴുവൻ ആർക്കിടെക്ചറൊക്കെ നന്നായിട്ട് നമുക്ക് ഈ മാപ്പിൽ കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ പോകുന്നത് ഇവിടെ മാൾ റോഡിൽ തന്നെ ഒരു ക്രൈസ്റ്റ് ചേർച്ച് ഉണ്ട്, പിന്നെ ഒരു ഹെറിറ്റേജ് മ്യൂസിയം ഉണ്ട്, അതിന് തൊട്ടടുത്തായിട്ട് ഒരു ലൈബ്രറി ഉണ്ട്, പിന്നെ ലക്കർ ബസാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഈ വുഡൻ ഹാൻഡിക്രാഫ്റ്റ്സിനും വുഡ് കൊണ്ടുള്ള ഐറ്റംസിനും മാത്രമായിട്ടുള്ള ഒരു ഷോപ്പിംഗ് സെൻറ്ററും ഉണ്ട്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിപ്പോൾ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ ഇവിടെ ഷിംലയിൽ മാൾ റോഡിൻ്റെ അടുത്ത് കാണാനുള്ളത് വിസറൽ ലോഡ്ജാണ്. അത് പണ്ട് വൈസ്രോയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഒഫീഷ്യൽ ബിൽഡിംഗ് ആയിരുന്നു. അതിപ്പോൾ ടൂറിസ്റ്റിന് വേണ്ടി തുറന്നു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഒരബദ്ധം പറ്റിയത് എന്താണെന്ന് വിചാരിച്ചാൽ ഈ വിസറൽ ലോഡ്ജും അതേപോലെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ മഷോബ്രയിലുള്ള രാഷ്ട്രപതി നിവാസും മൺഡേ തുറക്കില്ല. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മൺഡേ ആണ്. അത് നേരത്തെ കണ്ട ക്ലീൻ ചെയ്യുന്ന വാനാണ്. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് വിസറൽ ലോഡ്ജും രാഷ്ട്രപതി നിവാസവും കാണാൻ പറ്റില്ല. അപ്പോൾ ഹെറിറ്റേജ് മ്യൂസിയവും മൺഡേ തുറക്കില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് പുറത്തുനിന്ന് കണ്ടിട്ട് വരാനേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ അത് ശ്രദ്ധിക്കുക. മൺഡേയിൽ പിന്നെ ഷിംലയിൽ മിക്കവാറും സ്ഥലങ്ങൾ ലീവായിരിക്കും. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ എല്ലാ കടകളും 9 മണിക്ക് ശേഷമേ തുറക്കുള്ളൂ. 9:15 9:30 ആവുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ സമയം 8:30 ആയുള്ളൂ. അതാണ് ഞങ്ങൾ പിന്നെ ഇതൊക്കെ കണ്ടിട്ട് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട്. ഇത് കയറ്റാണെങ്കിലും എല്ലായിടത്തും ഇരിക്കാൻ സ്ഥലമുള്ളതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുത്ത് പോവാം. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാലും നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം പോയ ജാക്കു ടെമ്പിളത്തെ ഹനുമാൻജീനെ കാണാം. പറഞ്ഞല്ലോ, ലോകത്തിലെ ഏറ്റവും വലിയ ഹനുമാൻ പ്രതിമയാണ്. അപ്പോൾ ഹനുമാൻജി ആ മലയുടെ മുകളിൽ മുഴുവൻ ഷിംലേനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്കിവിടെ ഒന്ന് വ്യക്തമായിട്ട് കാണാം. അത് റാണി ഝാൻസി പാർക്ക്, നഗർ നിഗം ഷിംല. ഇവിടെ ഒരു പാർക്കുണ്ട്, പക്ഷേ അത് തുറന്നിട്ടാ. പബ്ലിക് കൺവെൻസ് ഒക്കെ ഉണ്ട്. മുനിസിപ്പൽ കോർപ്പറേഷൻ ഷിംല ഹെൽത്ത് ലബോറട്ടറി നൗ ഓപ്പൺ അറ്റ് റാണി ഝാൻസി പാർക്ക് ദ മാൾ ഷിംല. കുഞ്ഞു പാർക്ക്.
ഇത് ചിലപ്പോൾ ഇതുവഴി കയറിയ വേഗത്തുമായിരിക്കും അല്ലേ, സ്റ്റെപ്സ് കയറുന്നതായിരിക്കും ഇപ്പോൾ. നമുക്ക് ആരോടും ചോദിക്കാം. അങ്ങനെ ഞങ്ങൾ നടന്ന് കുറേ കയറ്റമൊക്കെ കയറി, കുറച്ച് മലയൊക്കെ കയറി, സ്റ്റെപ്സൊക്കെ കയറി ദ റിഡ്ജ് എന്ന് പറഞ്ഞ മാൾ റോഡിൻ്റെ ഭാഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ മുകളിൽ കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ക്രൈസ്റ്റ് ചേർച്ചാണ്. നമുക്ക് ക്രൈസ്റ്റ് ചേർച്ചിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ. വേറെ റെസ്റ്റോറൻറ്റ്സ് പക്ഷെ ഒന്നും തുറന്നിട്ട് ഒരു 9 മണിയാവേണ്ട ഒന്നും തുറക്കൂല. അതുകൊണ്ട് കേട്ടോ ഇവിടെ ഒരു പോലീസ് അവിടെ ഇരിക്കത്തിരുന്നേരതെ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഷിംലയിലത്തെ ഒരു പ്രധാനപ്പെട്ട ലാൻഡ്മാർക്കായ ക്രൈസ്റ്റ് ചർച്ച്. 1857 ഈ ചേർച്ച് വെഞ്ചരിക്കപ്പെട്ടത്. ആ സമയത്ത് ഏകദേശം ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 40,000-നും 50,000 രൂപയ്ക്കും ഇടയിലായിരുന്നു. അപ്പോൾ അത് ബ്രിട്ടീഷുകാരുടെ പ്രേയറിനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ, ബ്രിട്ടീഷുകാർ തന്നെ നിർമ്മിച്ച ഒരു ചേർച്ചാണ് ക്രൈസ്റ്റ് ചേർച്ച്. അപ്പോൾ ഈ ചേർച്ചിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ ഇതിൻ്റെ 4 സൈഡിലും നമുക്ക് ഒരു ലൈവ് ടൈം കാണിക്കുന്ന ക്ലോക്ക് ഉണ്ട്. 1860 കേണൽ ഡംബിൾട്ടൺ ഡൊണേറ്റ് ചെയ്ത ക്ലോക്കാണത്. ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ നല്ലതാണ്. ഇപ്പോൾ രാവിലെയൊക്കെ നല്ല തെളിഞ്ഞ ആകാശമൊക്കെ ആയിട്ട് നിയോ ഗോതിക് ആർക്കിടെക്ചർ ശൈലിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ചേർച്ച് നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും പഴയ 2ാമത്തെ ചേർച്ചാണ്. ക്രൈസ്റ്റ് ചർച്ച് ഷിംല, ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ, ഡയോസിസ് ഓഫ് അമൃത്സർ. കം ടു മീ ഓൾ യു ഹു ആർ weary and burdened and I'll give you rest. അപ്പോൾ ഇത് നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും പഴയ 2ാമത്തെ ചേർച്ചാന്ന് പറഞ്ഞില്ലേ. ആദ്യത്തെ ചേർച്ച്, അതായത് നോർത്ത് ഇന്ത്യ ഏറ്റവും പഴയ ചേർച്ച് എന്ന് പറയുന്നത് മീററ്റിലുള്ള സെൻറ്റ് ജോൺസ് ചേർച്ചാണ്. അപ്പോൾ ഈ ക്രൈസ്റ്റ് ചർച്ച് എല്ലാ ദിവസവും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ആരാധന, അതായത് കുർബാന നടക്കുന്ന ലൈവായിട്ടുള്ള ഒരു ചേർച്ചാണ്. പക്ഷെ അത് രാവിലെ 10:30 തുറക്കുള്ളൂ. അത് കാരണം ഞങ്ങൾക്ക് അതിൻ്റെ അകത്തൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഈ ക്രൈസ്റ്റ് ചേർച്ചിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ലൈബ്രറി ഉണ്ട്. ഹിമാചൽ പ്രദേശ് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ കീഴിലുള്ള ഒരു ലൈബ്രറിയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഈ ലൈബ്രറിയും നിയോ ഗോതിക് സ്റ്റൈലിൽ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ലൈബ്രറിയാണ്. ആ സമയത്ത് ഇത് തുദോർ ലൈബ്രറി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത് ഹിമാചൽ പ്രദേശിൻ്റെ സ്റ്റേറ്റ് ലൈബ്രറി ആയിട്ട് മാറുക ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ തന്നെ ഒരു ഗാന്ധിജിയുടെ പ്രതിമയുണ്ട്. പിന്നെ ഇവിടെ ഫലകത്തിൽ മഹാത്മാവിൻ്റെ ഷിംല യാത്രയുടെ വിവരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏത് വർഷത്തിൽ ഏത് സമയത്തൊക്കെയാണ് അദ്ദേഹം ഷിംല സന്ദർശിച്ചിട്ടെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുമ്പിലൊക്കെ ഇങ്ങനെ കുറേ വിശാലമായ പ്ലെയിൻ സ്ഥലമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ആംബുലൻസിനും പിന്നെ ഗവൺമെൻറ് ഓഫീഷ്യൽസിൻ്റെ വെഹിക്കിൾസിനും മാത്രമേ അനുമതിയുള്ളൂ എന്ന്. അപ്പോൾ ബാക്കി വാഹനങ്ങളൊന്നും വരില്ല. അത് കാരണം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനെ നടന്നു പോവാം. അപ്പം നമ്മൾ അങ്ങനെ ലൈബ്രറിയുടെ മുമ്പിൽ നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു ഏരിയ ഉണ്ട്. അവിടെ ഒരു ഇന്ദിരാഗാന്ധിയുടെ പ്രതിമയുണ്ട്. ഇവിടെ നമുക്ക് ഹിമാചലി ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പം അവർ തന്നെ ഡ്രസ്സ് ചെയ്യിപ്പിച്ച് അവർ ഫോട്ടോ ഒക്കെ എടുത്തിരും. പക്ഷേ അതിനകത്ത് ഇത്തിരി സ്കാം ഉണ്ട്. നമ്മൾ കുറച്ച് വിജിലൻ്റ് ആയിരിക്കണം. ഇവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 150 രൂപയാണ് ഒരാൾക്ക്. എന്നിട്ട് ഫോട്ടോ ഡ്രസ്സ് ചെയ്ത് ഫോട്ടോ എടുത്ത് അവർ തരും. അപ്പം ഞങ്ങൾ ഇതുവരെ പോയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അവരെങ്ങനെയാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ 150 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 150 രൂപയ്ക്ക് അവർ ഡ്രസ്സ് ചെയ്യിപ്പിക്കും. എന്നിട്ട് ഫോട്ടോസ് എടുക്കും. ഫോട്ടോസ് എടുത്തിട്ട് എടുത്ത എല്ലാ ഫോട്ടോസും നമുക്ക് സോഫ്റ്റ് കോപ്പി ആയിട്ട് മൊബൈലിൽ തരും. പ്രിൻ്റ് ഔട്ട് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കണം. പക്ഷേ ഇവർ ഞങ്ങൾ പറഞ്ഞത് 150 രൂപയാണ്, 150 രൂപയ്ക്ക് ഡ്രസ്സ് ചെയ്യാം, ഫോട്ടോ എടുക്കുമെന്ന്. ഞങ്ങളങ്ങനെ വിചാരിച്ചിട്ടാണ് എല്ലാവരും ഡ്രസ്സ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് 150 രൂപ എന്ന് പറയുന്നത് ഒറ്റ ഒരു പ്രിൻ്റ് ഔട്ടിനാണ്. അതായത് വേറെ സോഫ്റ്റ് കോപ്പി ഒന്നും തരില്ല. നമ്മൾ ഈ എടുത്ത ഫോട്ടോസിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ പ്രിൻ്റ് ഔട്ട് എടുത്ത് വാങ്ങിക്കാം. ആ ഒരു പ്രിൻ്റ് ഔട്ടിന് 150 രൂപ. അപ്പോൾ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ കുറച്ച് വ്യക്തമായും കൃത്യമായൊക്കെ സംസാരിച്ചിട്ട് വേണം അവരുമായിട്ട് ഡീൽ ചെയ്യാൻ. ഇല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും. ഇപ്പം ഞങ്ങൾ അവിടെ ഡ്രസ്സ് ചെയ്ത സ്ഥലത്തിൻ്റെ അടുത്തുള്ള ഒരു കൺസ്ട്രക്ഷനാണിത്. ഇത് ആക്ച്വലി ഒരു ബ്രിട്ടീഷ് എറ വാട്ടർ ടാങ്കിൻ്റെ വെൻറ്റിലേഷൻ ഡക്റ്റാണ്. അപ്പോൾ ആ സമയത്ത് റിഡ്ജിൻ്റെ താഴെ വരുന്ന ഒരു വലിയ വാട്ടർ ടാങ്കിൻ്റെ വെൻറ്റിലേഷൻ ഡക്റ്റാണിത്. ഇപ്പോൾ ഇത് റിഡ്ജിലത്തെ ഒരു വലിയ ലാൻഡ്മാർക്കാണ്.
ഇപ്പോൾ ഇത് ആൾക്കാർ ടൂറിസ്റ്റ് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇപ്പോൾ ഈ ഹനിയും ഐസിനൊക്കെ ചെയ്യുന്ന മാതിരി സ്ലൈഡ് ചെയ്യാനും അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ആക്ച്വലി. ഇതിവിടെ റിഡ്ജിലുള്ള ഒരു ഇന്ദിരാഗാന്ധിയുടെ പ്രതിമയാണ്, വലിയ പ്രതിമ. അപ്പോൾ ഇന്ദിരാഗാന്ധി ജനിച്ച വർഷവും മരിച്ച വർഷമൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ള ഒരു വലിയ മാർബിൾ ഫലകത്തിൻ്റെ മുകളിലുള്ള ഇന്ദിരാഗാന്ധി പ്രതിമയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി ഇവിടെ നിന്ന് നേരെ പോകുമ്പോൾ ഉള്ളത് ലക്കർ ബസാർ എന്ന് പറഞ്ഞിട്ട് ഒരു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വുഡൻ ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെയും പിന്നെ അങ്ങനത്തെയൊക്കെയുള്ള ഷോപ്സിൻ്റെ ഒരു ഷോപ്പിംഗ് സെൻറ്ററാണ് ഈ ലക്കർ ബസാർ. അപ്പോൾ നമ്മൾ ലക്കർ ബസാറിലേക്ക് പോവുകയാണ്. ഇപ്പോൾ കണ്ട ഇന്ത്യൻ്റെ നാഷണൽ ഫ്ലാഗ് നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് ലൈബ്രറിയുടെ ബിൽഡിങ്ങിൻ്റെ അവിടെ ഉള്ളതാണ്. അതെ, നമ്മൾ ഇവിടെ പോയിൻ്റൊക്കെ കാണിച്ചിട്ടുണ്ട് എന്തൊക്കെ എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മളുള്ളത് ലക്കർ ബസാർ ഷിംല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളിപ്പോൾ ഒരു 9 മണിയൊക്കെ ആയിട്ടുള്ളൂ സമയം. അപ്പോൾ കുറച്ച് നല്ലോണം രാവിലെയാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കടകളൊന്നും തുറന്നിട്ടില്ല. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇത്ര രാവിലെ വരാൻ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് 2 മണിക്കാണ് ട്രെയിൻ. ഞാൻ പറഞ്ഞല്ലോ, ഷിംല കൽക്ക ടോയ് ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രധാനമായിട്ടും വന്നത് തന്നെ. അപ്പോൾ ആ ട്രെയിൻ ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് റെയിൽവേ സ്റ്റേഷനിൽ 1 മണി ആകുമ്പോഴത്തേക്കെങ്കിലും ലഞ്ചും കഴിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ ഇത്ര രാവിലെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടകളൊക്കെ തുറക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വ്യക്തമായിട്ടും നന്നായിട്ടും കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി ഒരു പ്രാവശ്യം വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിരിക്കുന്നത്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് കടകളൊന്നും തുറക്കാത്ത കാരണം തന്നെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുട്ടികൾക്ക് ഒരു സാൻഡ്വിച്ചും വാങ്ങിച്ചു കൊടുത്തിട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ ഈ കുതിരക്കാരൊക്കെ അതേ സജീവമായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ കുതിരപ്പുറത്തൊക്കെ കയറി പോകുന്നുണ്ട്. ഞങ്ങൾ പിന്നെ അതിനകത്തൊന്നും കയറാൻ നിന്നില്ല. ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഹോട്ടലിൽ വെക്കേറ്റ് ചെയ്തിട്ട് പോകണം. അപ്പോൾ അതിന് മുമ്പേ ഹെറിറ്റേജ് മ്യൂസിയം തുറന്നിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, മൺഡേ ആണ്. അപ്പോൾ അതിൻ്റെ പുറത്തുനിന്ന് കണ്ടിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആ ക്രൈസ്റ്റ് ചർച്ചിൻ്റെ അവിടെ നിന്ന് മുമ്പോട്ട് നടക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ കുറച്ച് വിശിഷ്ട വ്യക്തികളുടെ പ്രതിമയൊക്കെ കാണാം, ഹിമാചലിൻ്റെ ഷിംലയുടെ ചരിത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇതിപ്പോൾ നമ്മൾ കണ്ടത് ആധുനിക ഹിമാചലിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന വീരഭദ്ര സിംഗിൻ്റെ പ്രതിമയാണ്. ഫൗണ്ടർ ഓഫ് ഹിമാചൽ എന്നറിയപ്പെടുന്ന ഡോക്ടർ YS പർമറിൻ്റെ പ്രതിമയാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും ഗാർഡൻ പോലെയൊക്കെയാണ്. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ പൂക്കളൊന്നും അത്ര കാര്യമായിട്ടില്ല. പക്ഷെ നമ്മൾ സ്പ്രിങ്ങിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഗെയ്റ്റി തിയേറ്റർ അല്ലെങ്കിൽ ഗെയ്റ്റി കൾച്ചറൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ട് ഷിംലയിലത്തെ കൾച്ചറൽ ഇവൻറ്റ്സിൻ്റെ ഹബ്ബാണ്. ഇത് നമ്മൾ കുറേ ബോളിവുഡ് സിനിമകളിലും മ്യൂസിക് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ബിൽഡിങ്. അങ്ങനത്തെ കുറേ ഷൂട്ട്സൊക്കെ നടന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു ആംഫി തിയേറ്ററും എക്സിബിഷൻ ഹാളൊക്കെ ഉണ്ട്. ഇത് എല്ലാ ദിവസവും ഓപ്പണാണ്, രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ. അപ്പോൾ നമുക്ക് ഈ ആർട്ടിസ്റ്റിക് ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ, തിയേറ്ററിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് വിസിറ്റ് ചെയ്താൽ വേർത്തായിരിക്കും തോന്നുന്നുണ്ട്. പിന്നെ ഇവർക്കാർക്കും അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം ഞങ്ങളത് ബിൽഡിങ് പുറത്തുനിന്ന് കണ്ടിട്ട് പോവുകയാണ് ചെയ്തത്. 1887 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു ബിൽഡിങ്ങാണത്. സെയിം ചേർച്ചിൻ്റെ മാതിരി നിയോ ഗോതിക് സ്റ്റൈലിൽ. ഇത് ഷിംലയിലത്തെ മുനിസിപ്പൽ ഓഫീസാണ്, മേയറുടെ ഓഫീസാണ്. ഇതും ബ്രിട്ടീഷ് ശൈലിയിൽ ഉണ്ടാക്കിയ ഒരു ബിൽഡിംഗ്. മേയർ സുരീന്ദർ ചൗഹാൻ, ഉപമഹാപൗർ ഉമാ കൗശൽ. ഇതൊക്കെ പണ്ടത്തെ ബ്രിട്ടീഷുകാരുടെ കാലത്തെ ബിൽഡിംഗ് ആ തോന്നുന്നു അല്ലേ? അങ്ങനെ എന്താണ്? ഇൻഫർമേഷൻ കം റിസർവേഷൻ ഓഫീസ്. അതെ, റിസർവേഷൻ ഓഫ് HPTDC ഹോട്ടൽസ് ആൻഡ് ബസ്സസ്. കുറേ നടന്ന് കാണാനുണ്ട്. തൽക്കാലം നമുക്ക് പോവാം, കാരണം 2:15 ഞങ്ങൾക്ക്
ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയത് ഒരു സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസൊക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഇപ്പോൾ തിരിച്ച് വരുമ്പോഴത്തേക്കും ഇത് മാത്രമേ തുറന്നിട്ടുള്ളൂ ആക്ച്വലി. ഞാൻ ദോശയും ബാക്കി എല്ലാവരും ആലു പറാട്ടയും വാങ്ങിച്ചു, കഴിച്ചു. ഫുഡ് കൊള്ളായിരുന്നു. ഇനിയിപ്പോൾ ഹോട്ടൽ റൂമിൽ പോയിട്ട് ചെക്ക് ഔട്ട് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിൽ പോവാം. ഇപ്പം ഇവിടെ ഒരു വിസറൽ ലോഡ്ജും, അത് മാൾ റോഡിൻ്റെ കുറച്ചടുത്ത്, പിന്നെ മഷോബ്രയിൽ രാഷ്ട്രപതി നിവാസും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അത് മൺഡേ, അത് രണ്ടും ക്ലോസ്ഡ് ആണ്. അപ്പോൾ അത് ഇനി ഒരു പ്രാവശ്യം വരുമ്പോൾ കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ ഞങ്ങളത് ഹോട്ടൽ റൂമിലേക്ക് പോവാണ്. ഹൈക്കോർട്ട് ഓഫ് ഹിമാചൽ പ്രദേശ്. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഹോട്ടലൊക്കെ വെക്കേറ്റ് ചെയ്ത് ഒരു ടാക്സി പിടിച്ച് ഷിംല റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ നിന്നാണ് നമ്മൾ ഷിംല കാൽക്ക യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയ ഷിംല കാൽക്ക ട്രെയിനിൽ കയറി തിരിച്ച് കാൽക്കയ്ക്ക് പോകേണ്ടത്. ഇതാണ് ഷിംല റെയിൽവേ സ്റ്റേഷൻ. മാൾ റോഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് 8 കിലോമീറ്ററാണുള്ളത്. പക്ഷേ നല്ല ട്രാഫിക്കൊക്കെ ഉള്ള വഴിയാണ്. ഒരു അരമണിക്കൂറിൽ കൂടുതൽ എടുക്കുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ ട്രാവൽ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി നമുക്ക് ടോയ് ട്രെയിനിലത്തെ യാത്രയും വഴിയിലുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു വൺസ് അഗെയിൻ.